നിങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോകൂ, നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. പറഞ്ഞത് ആരോടെന്നറിയാമോ? വെസ്റ്റ് ബംഗാളിലുള്ള ബംഗ്ലാദേശികളോടാണ്. അതിൻ്റെ കൂട്ടത്തിൽ അമിത്ഷാ ഒരു കാര്യം കൂടെ പറഞ്ഞു. പണ്ടൊക്കെ ഒറ്റ ദിവസത്തിൽ 25,000 30,000 അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് ഇങ്ങോട്ട് വന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 5,000 മുതൽ 10,000 അഭയാർത്ഥികളാണ് തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് അമിത്ഷാ പറയുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും വെസ്റ്റ് ബംഗാൾ അതിർത്തി നിറഞ്ഞു കവിയുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വലിയ വാർത്ത വന്നിട്ടുള്ളത്, 386 ബംഗ്ലാദേശി നാഷണൽസിനെ ഇപ്പോൾ ഡീറ്റെയിൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഹോൾഡിംഗ് സെന്ററിൽ വെസ്റ്റ് ബംഗാളിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇതിൽ 335 ഡീറ്റൈനീസും 88 കുട്ടികളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ നുഴഞ്ഞുകയറ്റക്കാരെ എല്ലാം ഓടിച്ചിട്ട് പിടിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബംഗാൾ ശുദ്ധീകരിക്കുകയാണ് സുവേന്ദു അധികാരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴിതാ വോട്ടർ ID ഇപ്പോൾ ബംഗ്ലാദേശിലെ അതിർത്തികളിൽ കുമിഞ്ഞുകൂടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു കാര്യം. വോട്ടർ IDയും ആധാറും. ഇനി ആധാർ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ഉപയോഗവുമില്ല എന്ന് പറഞ്ഞ ആധാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ കളഞ്ഞിട്ട് ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെയും അവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വിഷ്വൽസും ഇപ്പോൾ പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ എല്ലാം ഇപ്പോൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സജീവമായി തന്നെ രാജ്യം ചർച്ച ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.